നമസ്കാരം. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. വ്യാഴത്തിൻ്റെ രാശിമാറ്റം പല വിധത്തിലുള്ള അനുകൂലവും പ്രതികൂലവുമായ നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നൽകുന്നുണ്ട്. എന്നാൽ ഇടവം രാശിയിൽ സഞ്ചരിക്കുന്ന വ്യാഴം അസ്തമിക്കുകയും ഇടവം രാശിയിൽ തന്നെ വ്യാഴം ജൂൺ ആദ്യത്തെ ആഴ്ച ഉദിക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ ഫലമായി ചില നക്ഷത്രക്കാർക്ക് അവർ ആഗ്രഹിക്കുന്നതിനേക്കാൾ നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. പലപ്പോഴും അത് നമ്മളിൽ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഇരട്ടി ഗുണഫലങ്ങൾ നൽകുന്നുണ്ട്. അപ്പോൾ ജ്യോതിഷപ്രകാരം ഒന്നിലധികം നക്ഷത്രക്കാർക്ക് വ്യാഴത്തിൻ്റെ ഉദയം ഗുണകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ വ്യാഴത്തിൻ്റെ ഉദയം കരിയറിലും ദാമ്പത്യത്തിലും പണത്തിൻ്റെ കാര്യത്തിലും എല്ലാം അനുകൂലമായ മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത്. എന്നാൽ ഇത്തരം മാറ്റങ്ങൾ എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ ബാധിക്കുന്നു എന്നത് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. വ്യാഴത്തിൻ്റെ ഉദയം നമുക്ക് പല വിധത്തിലുള്ള നേട്ടങ്ങളും കൊണ്ടുവരുന്നുണ്ട്. വ്യാഴത്തിൻ്റെ ഉദയം നമുക്ക് ബാങ്ക് ബാലൻസ് വരെ വർദ്ധിപ്പിക്കുമെന്ന് വേണമെങ്കിൽ പറയുന്നത്. അപ്പോൾ ബാങ്ക് ബാലൻസ് വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി നമുക്ക് ഉയർച്ച കിട്ടുന്നു എന്ന് തന്നെയാണല്ലോ അതിനർത്ഥമാക്കുന്നത്. അപ്പോൾ ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് അത് അനുകൂലമായ ഫലം വരുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ നക്ഷത്രം അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർക്കാണ്. ഇവർക്ക് വ്യാഴത്തിൻ്റെ ഉദയം ശുഭകരമായ പല മാറ്റങ്ങളും കൊണ്ടുവരുന്നുണ്ട്. ജ്യോതിഷപ്രകാരം അത് പറയുകയാണെങ്കിൽ ഇവർക്ക് വരുമാനം വർദ്ധിക്കും. അതുവഴി പല കാര്യങ്ങളും മനസ്സിൽ ഉദ്ദേശിച്ചിരുന്ന പല ഗുണകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന കാര്യങ്ങളും നിങ്ങൾക്ക് നിറവേറ്റാൻ സാധിക്കുകയും അതുമൂലം വരുമാന മാർഗം നിങ്ങൾക്ക് പുതിയ രീതിയിലുള്ള ഓരോ വരുമാന മാർഗങ്ങൾ നിങ്ങളുടെ മുന്നിൽ തുറന്നു കിട്ടുകയും ചെയ്യും. അപ്പോൾ ആ വരുമാനത്തിന് വർധനവിന് നല്ല ജീവിത സാഹചര്യത്തിലേക്ക് നിങ്ങളെ എത്തിക്കാനായി സാധിക്കുകയും അതുമാത്രമല്ല ആയുസ്സിനും ആരോഗ്യത്തിനും എല്ലാം ഒരു ആരോഗ്യപരമായ അസുഖങ്ങൾ അനുഭവിച്ചിരുന്നവർക്കെല്ലാം അതിൽ നിന്നൊരു പുതുജീവൻ അല്ലെങ്കിൽ പുതു ഉണർവ് ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. പുതിയ ജോലി ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അതിന് അനുകൂല ഒരു സമയമാണ്. അതായത് പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ പോകുന്നവർക്കും വളരെ അനുകൂലമായ ഒരു സമയമാണ്. ഒരു തരത്തിലും യാതൊരു ചിന്തയുടെയും ആവശ്യമില്ലെന്ന് വേണമെങ്കിൽ പറയാം. അതായത് എങ്ങനെ പോകും മുന്നോട്ട്, എങ്ങനെ മുന്നോട്ടുള്ള ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതൊക്കെ ചിന്തിച്ച് മനസ്സിനെ വെറുതെ വിഷമങ്ങളിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്നവർക്കെല്ലാം വളരെ ഒരു സന്തോഷകരമായ മാറ്റം ഉണ്ടാകാൻ പോകുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ എന്ത് കാര്യങ്ങളും കൃത്യമായി നടത്തിക്കൊണ്ട് പോകാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു നല്ല സമയം എന്ന് വേണമെങ്കിൽ പറയാം. സാമ്പത്തികമായി നല്ല ഉയർച്ച ലഭിക്കാൻ പോകുന്ന സമയം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിനൊപ്പം തന്നെ ഏത് കാര്യം മുന്നോട്ട് പോകുന്നതിലും അല്പം ശ്രദ്ധയൊന്ന് അത്യാവശ്യമാണ്. എടുത്തുചാടി ഒരു കാര്യങ്ങളും ചെയ്യാതിരിക്കാനൊന്ന് ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. ശ്രദ്ധയോടുകൂടി ഏതു കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതുവഴിയും സാമ്പത്തികമായി പല ഉന്നതിയിലേക്കും നിങ്ങൾക്ക് എത്താനായി സാധിക്കും. അപ്പോൾ സാമ്പത്തികമായി വളരെ ഒരു ഗുണകരമായ സമയമാണ്. ഇതുവരെ സാമ്പത്തികത്തിൻ്റെ കാര്യത്തിൽ വളരെ വിഷമിച്ചിരുന്നവർക്കെല്ലാം ഈ വ്യാഴത്തിൻ്റെ ഉദയം വളരെ ഗുണകരമായ മാറ്റമാണ് തരാൻ പോകുന്നത്. അടുത്ത നക്ഷത്രം രോഹിണിയാണ്. രോഹിണി നക്ഷത്രത്തിനും വ്യാഴത്തിൻ്റെ ഉദയം പലവിധത്തിലുള്ള ഗുണങ്ങളും പ്രദാനം ചെയ്യുന്നുണ്ട്. പലപ്പോഴും നിങ്ങൾക്ക് സമയം ആസൂത്രണം ചെയ്ത് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നവർക്കെല്ലാം, അതായത് സമയത്തിൻ്റെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ എങ്ങനെ എല്ലാം കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും എന്ന് ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്നവർക്കെല്ലാം നല്ലൊരു സമയമാണ്. കാര്യങ്ങളെല്ലാം അതിൻ്റേതായ അടുക്കും ചിട്ടയോടും കൂടി സാമ്പത്തിക ഭദ്രതയോടുകൂടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനർത്ഥം നിങ്ങൾക്ക് സാമ്പത്തികമായ ഒരു സ്ഥിരത കൈവരാൻ പോകുന്ന സമയമാണ്. കൂടാതെ തന്നെ ജീവിതത്തിലെ പ്രതിസന്ധികളെ എല്ലാം തന്നെ ഇല്ലാതാക്കുന്നതിനും അതിനെ മറികടന്ന് മുന്നോട്ടുള്ള ജീവിതത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് നിങ്ങൾക്ക് പോകാനായി സാധിക്കുന്ന സമയമാണ്. നിങ്ങൾക്ക് ഇതുവരെ കഠിനാധ്വാനം ചെയ്തിട്ട് പോലും ഫലം കാണാതിരുന്നവർക്ക് സാമ്പത്തികമായി വളരെ ഗുണങ്ങളും ഒരു ലക്ഷ്യത്തിൽ നിങ്ങൾക്ക് എത്താൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. ദാമ്പത്യമായി മികച്ച വിജയകരമായി നിങ്ങൾക്ക് ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന, അതായത് അഭിമാനം എല്ലാ അർത്ഥത്തിലും അഭിമാനത്തോടു കൂടി മുന്നോട്ടൊരു ജീവിതം കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ
സാമ്പത്തികമായി മറ്റുള്ളവർക്ക് പണം കടം കൊടുത്തിട്ടൊക്കെ തിരിച്ചു കിട്ടാതിരുന്ന ആളുകൾക്കും അത് തിരിച്ചു കിട്ടുന്ന ഒരു സമയമാണ്. ഒരുപാട് നേർച്ചയും കാഴ്ചയും നടത്തി സമ്പത്ത് പണം ചിലപ്പോൾ എന്തെങ്കിലും സുഹൃത്ത് ബന്ധത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിന് തന്നെ പണം കടം കൊടുത്ത ആളുകളുണ്ട്. അത് തിരിച്ചു കിട്ടാതെ വിഷമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. വഴിപാടും നേർച്ചയും ഒക്കെ അത് ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും അവർക്ക് കൊടുത്തിട്ടുള്ളത്. അതൊക്കെ തിരിച്ചു കിട്ടാതിരുന്ന് വിഷമിച്ചവർക്കെല്ലാം അത് തിരിച്ചു കിട്ടിയ സന്തോഷകരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സമയമാണ് ഇനി വരാൻ പോകുന്നത്. അടുത്തതായി മകയിരം തിരുവാതിര നക്ഷത്രക്കാർക്കാണ് വ്യാഴത്തിൻ്റെ ഉദയം ഗുണകരമായിരിക്കും. ഈ സമയത്ത് വളരെ സന്തോഷകരമായ വാർത്തകൾ നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും. അതായത് സന്തോഷകരമെന്ന് പറഞ്ഞാൽ മനസ്സിന് ആനന്ദമേകുന്നത് പല വാർത്തകളും നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ്. വ്യാഴത്തിൻ്റെ മാറ്റങ്ങൾ ബിസിനസ്സിൽ നേട്ടങ്ങൾ, ബിസിനസ് ചെയ്യുന്നവർക്കാണ് വളരെയേറെ നേട്ടങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സമയമാണ്. കൂടാതെ വളരെ കാലമായി ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുന്ന സമയമാണ്. അത് നിക്ഷേപത്തിന് മികച്ച ഒരു, അതായത് ബാങ്കിൽ പണം തുകയൊക്കെ നിക്ഷേപിക്കാനായി, കുട്ടികളുടെ പേരിലും മറ്റും പണം നിക്ഷേപിക്കാനായി മുൻകൈ എടുത്ത് അല്ലെങ്കിൽ ആഗ്രഹിച്ചു നിൽക്കുന്ന ആളുകൾക്കെല്ലാം വളരെ നല്ലൊരു സമയമാണ്. ഒരു തരത്തിലും നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരുന്ന ഒരു സമയമല്ല എന്ന് വേണം പറയാൻ. ഈ സമയം നിക്ഷേപിച്ചാൽ ഭാവിയിൽ അത് നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളും നേട്ടങ്ങളും നേടിയെടുക്കാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ്. സാമ്പത്തികമായ ഒരു ഭദ്രതയും ഒരു സാമ്പത്തികമായ ഒരു അരക്ഷിതാവസ്ഥയൊക്കെ അനുഭവിച്ചുകൊണ്ടിരുന്നവർക്ക് മുന്നോട്ട് സാമ്പത്തികമായി വളരെ നേട്ടങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ് ഇനി വരാൻ പോകുന്നത്. അടുത്തത് പുണർദം, പൂയം, ആയില്യം നക്ഷത്രക്കാർക്കും വ്യാഴത്തിൻ്റെ ഉദയം ജൂൺ മാസം മുതൽ അനുകൂലമായ മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ പോകുന്നത്. നിങ്ങളുടെ 9ാം ഭാവത്തിലേക്ക് വ്യാഴത്തിൻ്റെ ഉദയം സംഭവിക്കുന്നുണ്ട്. അതായത് ഇവർക്ക് ഭാഗ്യം പല കോണിൽ നിന്നും വരുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ ജോലികളും പൂർത്തീകരിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. അതായത് ഭാഗ്യം കെട്ടവർ എന്ന് സ്വയം വിശേഷിപ്പിച്ചിരുന്ന ഒരു സ്വഭാവത്തിൽ അല്ലെങ്കിൽ അങ്ങനെ വിഷമിച്ചിരുന്നവർക്കൊക്കെ ഏത് ഭാഗത്തു നിന്നും സഹായങ്ങളും സഹകരണങ്ങളും ലഭിക്കുന്ന ഒരു സമയമാണ്. ഊർജ്ജസ്വലതയോടുകൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു സമയമാണ്. കാരണം ചെയ്യുന്ന പ്രവൃത്തിക്ക് ആഗ്രഹിക്കുന്ന ആ ഒരു വരുമാനം ലഭിക്കുകയും അതൊരു സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ്. കുടുംബത്തിൽ നിങ്ങളുടെ എല്ലാ ആളുകൾക്കും ഐക്യത്തോടു കൂടി കഴിയാനും ഐശ്വര്യത്തോടു കൂടി കഴിയാനും പറ്റുന്ന ഒരു സമയമാണ്. വിദ്യാർത്ഥികൾക്കും വളരെ അനുകൂലമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന സമയമാണ്. സ്കൂൾ തുറക്കാൻ പോകുന്ന സമയമാണ്. വിദ്യാർത്ഥികൾക്ക് വളരെ ഉണർവോടുകൂടി പഠിക്കാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ് ഇനി വരാൻ പോകുന്നത്. അടുത്തത് നക്ഷത്രം മകം, പൂര, ഉത്ര നക്ഷത്രക്കാർക്കാണ്. ഇവർക്ക് ജൂൺ മാസത്തിൽ ഉണ്ടാകുന്ന വ്യാഴത്തിൻ്റെ ഉദയം വളരെ ഭയങ്കരമായ ഗുണങ്ങളും മാറ്റങ്ങളും കൊണ്ടുവരുന്നുണ്ട്. അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ സ്വയം അത്ഭുതപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയെന്ന് കണ്ടിട്ടില്ലേ? അങ്ങനെയുള്ളൊരു സാമ്പത്തിക മാറ്റമാണ് വരാൻ പോകുന്നത്. പലപ്പോഴും ജോലിയിൽ ഉണ്ടാകുന്ന അനുകൂല സാഹചര്യങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തും. കാരണം നമ്മൾക്ക് തന്നെയാണോ ഇത്ര അനുകൂലമായ ഗുണങ്ങൾ ഉണ്ടായതെന്ന് സ്വയം അത്ഭുതപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയെന്ന് കണ്ടിട്ടില്ലേ? ആ ഒരു അവസ്ഥയിലേക്ക്, അത്രയ്ക്കും സാമ്പത്തികമായ ഒരു അവസ്ഥയിലേക്ക്, ഗുണകരമായ ഒരു മാറ്റത്തിലേക്കാണ് നിങ്ങൾ എത്താൻ പോകുന്നത്. ജ്യോതിഷപ്രകാരം വ്യാഴത്തിൻ്റെ ഉദയം ജോലിയിലും ബിസിനസ്സിലും ഒക്കെ നേട്ടങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജോലി മാറണം എന്നൊക്കെ വിചാരിച്ചിരുന്ന ആളുകൾ അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. നിങ്ങൾക്കൊരു മാറ്റം, കാരണം ഒരു ജോലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് ചാടി വേറെടുത്ത് പോകാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ നമ്മൾക്ക് വേറെ ഒരു ജോലി കിട്ടുകയും ഇല്ല. കയ്യിലിരുന്ന് പോയി കക്ഷത്തിരുന്ന് അങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, ഉത്തരത്തിരുന്ന് കിട്ടിയതുമില്ല കക്ഷത്തിരുന്ന് പോവുകയും ചെയ്തെന്ന് പറഞ്ഞൊരവസ്ഥയിലെത്തും. അതായത് അതുകൊണ്ട് പറയുന്നത്, ഏതൊരു മനുഷ്യനും ഒരു ജോലിയിൽ ഇരിക്കുമ്പോൾ നമുക്ക് തോന്നും ഇതിൽ നിന്ന് നമുക്ക് ഒരു ഏണിങ്സ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഇതിൽ നിന്നൊരു നമുക്കൊരു എമൗണ്ട് കിട്ടുന്നില്ല എന്ന് വെച്ച് വേറൊരു ജോലിയിലേക്ക് അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പച്ച എന്നൊക്കെ, ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്നൊക്കെ പറയില്ലേ? അതുപോലെ ഒരിക്കലും അത് ചെയ്യരുത്. കാരണം നമ്മൾ ഒരു ജോലിയിലിരിക്കുമ്പോൾ ചിലപ്പോൾ ഗ്രഹങ്ങളുടെ മാറ്റം കൊണ്ടായിരിക്കും നമുക്ക് ഓരോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. ആ മാറ്റം മാറാൻ നിമിഷ നേരം മതി. അതുകൊണ്ട് ഒരു ജോലിയിൽ ഇരിക്കുമ്പോൾ എടുത്ത് ചാടി അത് മാറി വേറെ ജോലിയിലേക്ക് കയറാൻ ശ്രമിക്കരുത്. അനുകൂലമായ സമയമാണ് നിങ്ങൾക്ക് ജൂൺ തൊട്ട് വരാൻ പോകുന്നത്. ഏത് ആഗ്രഹവും സഫലീകരിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. ചെയ്തുകൊണ്ടിരുന്ന ജോലിയിൽ നിന്ന് തന്നെ ഒരു ഉയർച്ച നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം കൂടിയാണ്. അതുപോലെ ബിസിനസ് ചെയ്യുന്നവർ, ഇതുവരെ കഷ്ടപ്പെട്ട് എൻ്റെ ബിസിനസ് എല്ലാം ലോസായി പോയിക്കൊണ്ടിരിക്കുക എന്ന് വിഷമിച്ചവർക്കെല്ലാം വളരെ ഒരു സിംഹം സടകുടൻ എഴുന്നേറ്റെന്ന് പറയില്ലേ, അതുപോലൊരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുന്ന, അതായത് ഉണർവോടുകൂടി എഴുന്നേൽക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. ഒരു കാര്യങ്ങളിലും വിഷമിക്കേണ്ട, സാമ്പത്തിക വളരെ ഉന്നതി കിട്ടാൻ പോകുന്ന ഒരു സമയമാണ്. അപ്പോൾ ജൂൺ മാസം മുതൽ ഈ നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും നല്ല സമയമാണ്. എങ്കിൽ പോലും ഈ നക്ഷത്രക്കാർക്ക് വളരെ കുറച്ചുകൂടി ഒരു ഐശ്വര്യം കിട്ടാൻ പോകുന്ന ഒരു, അല്ലെങ്കിൽ സാമ്പത്തികമായി കുറച്ച് ഭദ്രത നേടിയെടുക്കാൻ കഴിയുന്ന ഒരു സമയമാണ് വരാൻ പോകുന്നത്. സന്തോഷമായിട്ടിരിക്കൂ, സമാധാനമായിരിക്കൂ. നന്ദി, നമസ്കാരം.